നമ്മുടെ നാട്ടിലും ന്യൂസിലൊക്കെ കാണുന്ന ചില അച്ഛനമ്മമാരില്ലേ? അവർക്ക് എന്തെങ്കിലും ഒരു കാറ്റഗറി ഉണ്ടാക്കി ഒരു നോബൽ സമ്മാനം കൊടുക്കണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇന്ന് അവരെക്കുറിച്ച് പറയാം. ഒരച്ഛനും അമ്മയ്ക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ജനിക്കുമ്പോൾ ഇവരൊക്കെ ആദിയാണ്. ഇനി വളർത്തണം, വളർത്തി കഴിഞ്ഞ് കെട്ടിച്ചു വിടണം. ഒരു 10, 18 വയസ്സാകുമ്പോൾ തന്നെ കെട്ടിച്ചു വിടേണ്ട ഒരു പ്ലാനിലാണ് ഇവരപ്പം തന്നെ വളർത്തി തുടങ്ങണം. ഇവരാദ്യമേ പറയും, മോളെ തിരിച്ചൊന്നും സംസാരിച്ച് ശീലിക്കല്ല്. ഏതെങ്കിലും വീട്ടിൽ പോയി കയറേണ്ട പെണ്ണാണ്. ഇത് പറഞ്ഞായിരിക്കും ഇവർ ആദ്യം തന്നെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ പുറത്ത് പോകണമെന്ന് പറഞ്ഞാലോ, ഫ്രീഡം വേണമെന്ന് പറഞ്ഞാൽ ഇവർ ആദ്യം പറയണതായിരിക്കും, മോളെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് വല്ലതും ഉണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുപോകും. പുള്ളി പുറത്ത് കൊണ്ടുപോയാൽ പോയാൽ മതി. ഇങ്ങനെയായിരിക്കും ഇവർ ആദ്യമേ പഠിപ്പിക്കണം. അത് കഴിഞ്ഞ് ഒരു 10, 18 വയസ്സൊക്കെ ആകുമ്പോൾ ഇവർ കല്യാണം ആലോചിച്ച് തുടങ്ങും. കല്യാണം ആലോചിച്ച് കഴിഞ്ഞ് ഇവർ ഏതെങ്കിലും ഒരുത്തനുമായിട്ട് ഈ കൊച്ചിൻ്റെ കല്യാണം ഉറപ്പിക്കും. ലൈക്ക് എന്തെങ്കിലും ജോലിയാണ്, അത്യാവശ്യം സ്റ്റാറ്റസ് ഉണ്ടോ നോക്കും. ഇവർ ജോലി, സ്റ്റാറ്റസ് ഇതൊക്കെ മാത്രമേ നോക്കാറുള്ളൂ. അത് നോക്കിയിട്ട് അങ്ങ് കല്യാണം ഉറപ്പിക്കും. ഈ കൊച്ചിൻ്റെ അടുത്ത് കൊച്ചിൻ്റെ ഇഷ്ടങ്ങളോ ഒരു കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല. അതും പോലെ ഇതിനെ തന്നെ ഇവർ ട്രെയിൻ ചെയ്തായിരിക്കും വെച്ചിരിക്കുന്നത്. ഒരു കൊച്ചിലെ മുതൽ ഇങ്ങനെ ട്രെയിൻ ചെയ്യും. മോളെ ഇതാണ് ശരി, ഇതാണ് ശരി, അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചെയ്യുന്നതിന് ശരി, അച്ഛനും അമ്മയ്ക്ക് ഇത്രയും വർഷത്തെ പരിചയ ലോകത്തുണ്ട്, അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനവും കറക്റ്റ് ആയിരിക്കും. ഇങ്ങനെ പഠിപ്പിച്ചായിരിക്കും കൊച്ചിലെ മുതൽ വളർത്തണം. അതുപോലെ ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആയിട്ടായിരിക്കും വളർത്തുന്നത്. സോ ഈ കല്യാണം കഴിയുമ്പോഴും ഇവർ ഹസ്ബൻഡിൻ്റെ മണ്ടയിൽ ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഇപ്പോൾ എന്ത് ജോലി കല്യാണം കഴിഞ്ഞ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇരിക്കാനായിരിക്കും ആദ്യം കുഞ്ഞിലെ മുതൽ ട്രെയിൻ ചെയ്യിക്കുന്നത്. ഇവർ സൈക്കോളജിക്കലി ഇവരെ പേരൻസ് ട്രെയിൻ ചെയ്യിച്ച് അങ്ങനെ ആക്കുന്നതാണ്. അപ്പോൾ ഈ പേരൻസ് തന്നെ ഈ 18 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ കല്യാണം ആലോചിച്ച് ആരുടെയെങ്കിലും കൂടെ കെട്ടിച്ചു വിടും. പക്ഷേ ഇവരെ ബാധ്യത ഒഴിപ്പിക്കണം. ഇവരൊരു ബാധ്യതയായിട്ടാണ് തോന്നുന്നത്. അല്ലാതെ ഇവർ സ്നേഹിച്ച് വളർത്തിയ മോള് അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഇവരൊരു ഇതിനു വേണ്ടി ഇവർ മോഡേൺ പേരൻസ് ആയതുകൊണ്ട് ഇവർ കുറച്ച് സംസാരിക്കാനൊക്കെ അവസരം കൊടുക്കും. അപ്പോൾ ഈ കുട്ടി കല്യാണം കഴിക്കാൻ പോണ ആളുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ചേർച്ചയില്ലായ്മ തോന്നും, ചേരുന്നില്ല എന്ന് തോന്നും, അല്ലെങ്കിൽ അയാൾക്ക് വേറെ ശീലങ്ങൾ ഉണ്ടെന്നറിയും. അങ്ങനെ ദുശീലങ്ങൾ ഉണ്ടെന്നറിഞ്ഞ് എന്തായാലും ഈ അച്ഛനമ്മമാരുടെ അടുത്തായിരിക്കുമല്ലോ പറയണം. ഈ പാരൻസിൻ്റെ അടുത്ത് പറയുമ്പോൾ ഇവർ പറയും, മോളെ കല്യാണം ഉറപ്പിച്ചു പോയി, ഇനിയിപ്പോൾ ഇത് മുടക്കിയ മോക്കൊരു ചീത്തപ്പേരാവൂലേ, നമ്മുടെ കുടുംബത്തിൻ്റെ മാനം അഭിമാനമൊക്കെ പോകൂലേ, അതുകൊണ്ട് നമ്മൾ എന്തായാലും മോളി അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും ഒന്ന് കല്യാണം കഴിക്കണം. കല്യാണം ഉറപ്പിച്ചു പോയില്ല, എങ്ങനെയെങ്കിലും ഈ കല്യാണം ഇപ്പോൾ നടത്തണം. നടത്തിക്കാൻ വേണ്ടി ഇവർ എന്തും ചെയ്യും. ലൈക്ക് മോൾ എത്ര എതിർത്താലും ഇവർ കെട്ടിച്ചു വിടും. കല്യാണത്തിൻ്റെ അന്ന് ഈ പയ്യൻ കുടിച്ചോണ്ട് വന്നവരെ ഈ അച്ഛനമ്മമാർ ഈ പെൺകുട്ടിയെ കല്യാണത്തിന് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കും. ലൈക്ക് അത്രയും ഒരു ആർഭാടമായിട്ട് നടത്തുന്നു. കുറച്ച് നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കുന്നു. ഒരു മറ്റേ സൊസൈറ്റിക്ക് തിന്നാൻ കൊടുക്കാനാണല്ലോ കല്യാണം നടത്തണം. അങ്ങനെ ഇവർ കല്യാണം നടത്തി കഴിയുമ്പോൾ ഇവർക്ക് അന്ന് രാത്രി ഒരു ഭയങ്കര സന്തോഷമായിരിക്കും. അത് ഇവർ സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങും. കാരണം ഇവരെ ബാധ്യത ഒഴിഞ്ഞ്. അപ്പോൾ ഈ ബാധ്യതയൊക്കെ ഒഴിഞ്ഞിരിക്കുമ്പോഴാണ് കുറച്ച് നാൾ കഴിഞ്ഞ് മോൾ വിളിച്ച് പറയണം, ഈ കെട്ടിക്കൊണ്ടുപോയ പയ്യൻ ഭയങ്കര ഉപദ്രവം, പുള്ളി ഉപദ്രവിക്കുന്നുണ്ട്, പുള്ളി കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ കൂടുതലും ഈ അമ്മയുടെ അടുത്തേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മ കൊടുക്കണ മറുപടി ഇങ്ങനെ ആയിരിക്കും, മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും, ഒരു കുട്ടിയൊക്കെ ആകുമ്പോൾ താനെ ശരിയായിക്കോളും, അതുവരെ ഒന്ന് മോൾ അഡ്ജസ്റ്റ് ചെയ്യും, മോൾക്ക് ഇവനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ കൊടുത്തങ്ങ് വിടുകയാണ് ചെയ്യണം. ഇപ്പോൾ ഒരു കുട്ടിയാവും, ഒരേ കുട്ടിയായി കഴിഞ്ഞിട്ടും കുറച്ചാൾ നേരെ പോയാലും പിന്നെ ഇത് തന്നെ ഈ അബ്യൂസും അടിക്കുകയും ദേഹത്ത് മുറിവുകളും ഇതൊക്കെ ആയിട്ട് ഈ മോള് വിളിച്ചാലും പിന്നെ ഈ അച്ഛനും എന്തായിരിക്കും പറയണം, മോളെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം ഇവർക്ക് പേടിയാണ്, തിരിച്ചു വല്ലതും വന്നാലേ. അതുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കും പറയണം, മോളെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, ഇനി നമ്മൾ ഒഴിപ്പിച്ച് വിട്ടേലേ, ഇനി ഇങ്ങോട്ട് വരണ്ട എന്നുള്ള രീതിയിലായിരിക്കും ഇവർ സംസാരിക്കണം. അപ്പോഴേക്കും കുറേ നാൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഈ പെൺകുട്ടിക്ക് തന്നെ മനസ്സിലാവും ഒരു സപ്പോർട്ടും കിട്ടാൻ പോണില്ല, ഇവരെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവാൻ പാടില്ല, ഒരു ഹെൽപ്പും ഉണ്ടാവാൻ പാടില്ല. ഈ അച്ഛനമ്മയും ജീവിക്കുന്നത് തന്നെ ഈ സൊസൈറ്റിക്ക് വേണ്ടിയും അവരുടെ മാനത്തിനും അഭിമാനത്തിനും വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്ന ത്യാഗികളായ അച്ഛനും അമ്മയാണ്. അതുകൊണ്ടാണ് ഞാൻ അതേ പറഞ്ഞ കുറച്ച് നോബൽ പ്രൈസും എല്ലാം ഈ സ്പെഷ്യൽ കാറ്റഗറിയിൽ ഉണ്ടെങ്കിൽ ഒരു കൊടുക്കണം, കൊടുത്താലേ ശരിയാവും. പിന്നെ ഈ കൊച്ചായി കഴിയുമ്പോൾ തന്നെ പാരൻസിൻ്റെ വേറൊരു ഇഞ്ച ടെക്നിക് ഉണ്ട്. ഈ കൊച്ചൊക്കെ ജനിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വിളിച്ച് പറയാണ്, ഭർത്താവ് ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ വിളിച്ച് പറയണമെങ്കിൽ ഇവർ പറയും, മോളെ മോക്കൊരു കൊച്ചായില്ലേ, ഇനി ആ കൊച്ചിന് വേണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളൊരു ഡയലോഗ് വരും. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പിന്നെ കോൺടാക്ട് ചെയ്യാനേ പറ്റില്ലേ. ഇപ്പോൾ കോൺടാക്ട് ചെയ്താലും പറയും, മോളെ നിനക്ക് ഇത്രയും പ്രായമുള്ളൊരു കുഞ്ഞുള്ളതല്ലേ, അവളോടുള്ള സ്നേഹത്തെ വിചാരിച്ച് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് സ്വന്തം കൊച്ചിൻ്റെ അടുത്ത് സ്നേഹമില്ലേ, എനിക്കിതാണ് ഈ വീട്ടുകാരുടെ ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് സ്വന്തം മോളോട് സ്നേഹമില്ല, പക്ഷേ കൊച്ചുമോളോട് സ്നേഹം കാണിച്ചാൽ ഈ കൊച്ചുമോനോട് സ്നേഹം കാണിച്ച് സഹിച്ച് നിൽക്കണം. കൊള്ളാം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഈ ആരുടെയൊന്നും ഒരു സപ്പോർട്ടും ഇല്ലാതെ ഈ കുട്ടി ഫുള്ളി മെൻ്റലി ബാക്കായിട്ട് സൂയിസൈഡ് ചെയ്യും. കാരണം കുഞ്ഞിലെ മുതൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ആണ് ജീവിക്കാൻ ശീലിപ്പിച്ചത്. ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ ചിന്തിക്കാൻ പാടായിരിക്കും. അപ്പോൾ ഒരു സ്റ്റേറ്റ് കഴിയുമ്പോഴേക്കും ഇവർ സൂയിസൈഡ് ചെയ്യുകയാണ്, ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ ഈ അച്ഛനും അമ്മയും ന്യൂസുകാരൊക്കെ വരുമ്പോൾ അവൻ്റെ മുമ്പിൽ വന്ന് കരയും. കരഞ്ഞിട്ട് പറയും, എല്ലാം അവൻ്റെ പ്രശ്നമാണെന്ന് വെച്ചാൽ ഇത്രയും വർഷം ഈ അവൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം ഇവർ അറിഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് പറയണത്, ആ കെട്ടിക്കൊണ്ടുപോകാൻ കാരണം മോള് മരിച്ചു.
ഇവർ സ്വന്തമായിട്ട് ഇവരെ തെറ്റ് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ മോളെ ഒന്ന് തിരിച്ചു വിളിച്ചാൽ മതി ഒന്ന് ആലോചിക്കുകയോ പോലും ചെയ്യുന്നില്ല. എന്ത് മാനസികതയിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പം നമ്മൾ ഈ കാറൊക്കെ ഇല്ലേ, കാറ് നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നാൾ ആ കാർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വേറൊരാൾക്ക് സെക്കൻഡ് ഹാൻഡിന് വിൽക്കും. അപ്പോൾ നമ്മൾ ഓണർഷിപ്പ് മാറി. അപ്പോൾ ഓണർഷിപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെ കാറ് തട്ടിയാലോ മുട്ടിയാലോ കാറിന് എന്തെങ്കിലും പ്രശ്നം വന്നാലോ നമുക്കതിൽ ബാധ്യതയില്ലെന്ന് പറയൂലേ. ഓൾമോസ്റ്റ് ആ ടോണിലാണ് ഈ ഇവരെയൊക്കെ ചിന്ത പോകണമെന്ന് വെച്ചാൽ ആ ഒരു രീതിയിലാണ് ഇവർ ചിന്തിക്കണം. ഈ എന്ത് മനുഷ്യരാണെന്ന് എനിക്ക് മനസ്സിലാവണ പോലും എന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ടുള്ള തെറ്റ് പറ്റിയെന്നുള്ളൊരു ബോധ്യം ഇവർക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. നോബൽ പ്രൈസ് തന്നെ കൊടുക്കണം. സ്പെഷ്യൽ കാറ്റഗറി ഉണ്ടെങ്കിൽ നോബൽ പ്രൈസ് കൊടുക്കണം.